ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾമോസ്റ്റ് ഒരു 3 മാസത്തിന് ശേഷമാണ് യൂട്യൂബിൽ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിള്ളേരുടെ അലപ്പും സൗണ്ടുകളൊക്കെ ചിലപ്പോൾ ഇതിനൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒരു സോറി പറയാണ്. അപ്പോൾ എന്നാ ഉണ്ട് നിങ്ങൾക്ക് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം യൂട്യൂബിൽ നിന്ന് നമ്മളൊരു ബ്രേക്ക് വന്നെങ്കിലും നമ്മുടെ ഡെയിലി റൊട്ടീൻസൊക്കെ അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ കുഞ്ഞാറ്റയായിട്ടൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് സംസാരിച്ചാലോ? അതെ, നടക്ക്, എക്സസൈസ് ചെയ്യും. നല്ലൊരു തണുപ്പില്ലേ ഇവിടെ? ഇത്ര മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതിന് മുടി വെച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എന്ത് സംസാരിക്കും, എന്ത് പറഞ്ഞു തുടങ്ങും എന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടൊരു 1 ഇയർ ആയെങ്കിലും അത്ര ആക്റ്റീവായിട്ട് ഈ ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 2-3 മാസത്തെ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് വീണ്ടും വീഡിയോസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ വേണ്ടി വരും. കാരണം നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ലല്ലോ. അപ്പോൾ പരിചയപ്പെട്ടാലല്ലേ നമുക്ക് മുന്നോട്ട് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എളുപ്പമാകത്തുള്ളൂ. അപ്പോൾ എൻ്റെ പേര് വന്നിട്ട് ശാന്തി എന്നാണ് കേട്ടോ. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ 2-3 വർഷമായിട്ട് എറണാകുളത്ത് തൃപ്പൂണിത്തുറക്കടുത്താണ് താമസിക്കുന്നത്. മാരീഡാണ്. ഒരു മോളുണ്ട്. വീഡിയോസിൽ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ പേര് ആർദ്ര എന്നാണ്. കുഞ്ഞാറ്റ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ. വീഡിയോസിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളാണ്. ഇപ്പം 8 വയസ്സ്, ഈ ഓഗസ്റ്റ് ആകുമ്പോൾ അവൾക്ക് 9 വയസ്സാകും. പിന്നെന്താ, അത്രയൊക്കെയാണ് ബേസിക്കലി എന്നെക്കുറിച്ച്. ഞാൻ പഠിച്ചതൊക്കെ ഫാർമസിയാണ്. കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. പിന്നെ മോളുണ്ടായതിന് ശേഷം അവൾക്ക് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഇപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ബേസിക്കലി എന്നെക്കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കുഞ്ഞാറ്റെ സംബന്ധിച്ചിടത്തോളം എക്സസൈസ് അവളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളതിൽ എല്ലാ എക്സസൈസും ഒന്നും അവൾക്ക് നമ്മൾ ചെയ്യുന്നത് പോലെ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ അവളെ കൊണ്ടൊരു നടത്തം, അത് എല്ലാ ദിവസവും പതിവുള്ളൊരു കാര്യമാണ്. അപ്പോൾ നടത്തമൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആർക്കും നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കുഞ്ഞാറ്റയ്ക്ക് റാഗി കൊണ്ടുള്ള എന്തെങ്കിലും ഭക്ഷണമാണ് അവിടെ രാവിലെ കഴിക്കുന്നത്. വിഷ്ണു ചോറാണ് കഴിക്കാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വല്ലപ്പോഴൊക്കെയാണ് എന്തെങ്കിലും ഇഡലിയോ ദോശ, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. വിഷ്ണു പോകുമ്പോൾ അവന് ഫുഡ് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ചോറ് ഓൾറെഡി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. സാമ്പാർ വയ്ക്കുക, പിന്നെ ക്യാരറ്റ് തോരൻ, പിന്നെ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല കൊഴുവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടെ ഫ്രൈ ചെയ്തിട്ട് ലഞ്ചിനുള്ള പരിപാടികൾ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോഷ്യൽ മീഡിയയുമായിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ലാതിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ഒരു പാഷനായിട്ട് അങ്ങനെയൊന്നുമല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു ഏണിംഗ് പ്ലാറ്റ്ഫോം എന്ന രീതിക്ക് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരെയും പോലെ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്ക് അവളെ വിട്ടിട്ട് പുറത്ത് പോയിട്ട് മറ്റൊരു ജോബ് ചെയ്യാമെന്ന് പറയുന്നത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഏണിംഗ് പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ വന്നോളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ. ഒരു സ്പെഷ്യൽ പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ലൈഫ് എന്താ പറയുക, പലപ്പോഴും ഭയങ്കര സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ള ഒരു പാരൻറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേപോലെ സ്പെഷ്യൽ പാരൻറ്റിംഗ് ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സ്ട്രെസ്സും പ്രഷറും കുറച്ചും കൂടെ കൂടുതലാണ്. കാരണം അൺപ്രഡിക്റ്റബിളാണ് ലൈഫിൽ. ഓരോ മൊമെൻറ്റിലും എന്ത് നടക്കും, എങ്ങനെ നടക്കും, ഓരോ കുഞ്ഞുങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഡിഫറെൻ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉദാഹരണം ഇല്ല. ഒരാളെ കണ്ട് മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞിൽ അതുപോലെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റില്ല. ഓരോരുത്തർക്കും വരുന്ന പ്രശ്നങ്ങൾ ഡിഫറെൻ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതെന്താണ്, എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. സാമ്പാർ വരുമ്പോഴേക്കും നമുക്കൊരു ചായ കുടിക്കാം, എന്നാലേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഉഷാറുണ്ടാവുള്ളൂ.
കുഞ്ഞാറ്റയ്ക്ക് ഒരു 8-9 മാസമൊക്കെ ഉള്ള സമയത്താണ് ഇവൾക്ക് എന്തോ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമുണ്ടെന്നുള്ളതൊക്കെ നമുക്കൊരു ഡൗട്ട് വരുന്നത്. എന്ന് വെച്ചാൽ അവൾ കിടന്ന കിടപ്പിൽ അങ്ങനെ കിടക്കുകയുള്ളായിരുന്നു. അവൾക്ക് അമലാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ എണീറ്റിരിക്കുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആദ്യമേ തന്നെ നിറയെ വന്നിട്ട് പല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല്ല് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നടക്കാനൊക്കെ താമസിക്കും, എണീറ്റിരിക്കാനൊക്കെ താമസിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു 8-9 മാസമായിട്ടും അവൾക്ക് മാറ്റമൊന്നും ഇല്ലാതെ വന്നപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റൽസ്, ചെക്കപ്പ്, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒരു 2-2.5 വയസ്സൊക്കെ ആയപ്പോഴാണ് കുറച്ചൊന്ന് നടക്കാൻ, 2.5 വയസ്സല്ല, 2.5 വയസ്സൊക്കെ ആയപ്പോൾ എണീറ്റ് പതുക്കെ ഇരുന്നു. ഒരു 3 വയസ്സൊക്കെ ആയി അവൾ പതുക്കെ നടക്കാനൊക്കെ തുടങ്ങി. നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പം എന്താ പറയുക, കറക്റ്റായിട്ട് ഏജ് വൈസ് പറയാനായിട്ട് എനിക്കറിയില്ല, അതിന് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട്. ഈ പിടിച്ച് നിന്നിട്ട് കുഞ്ഞു മക്കളൊക്കെ നടക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജുണ്ട്. അപ്പോൾ അവർ നടക്കുന്ന ഒരു രീതിയില്ലേ, അതിങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന ഒരു രീതി, ആ രീതിക്ക് അവൾ നടക്കാനായിട്ടൊക്കെ തുടങ്ങി ഒരു 3 വയസ്സൊക്കെ ആയതിനു ശേഷം. അതും കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ഫിസിയോതെറാപ്പിയൊക്കെ കണ്ടിന്യൂസ്ലി ചെയ്തതിന് ശേഷമാണ് കേട്ടോ അവൾ നടക്കാനൊക്കെ തുടങ്ങിയത്. ഞാനാണെങ്കിൽ ഈ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിരുന്നപ്പോഴേക്കും പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇത്ര വരെ മഴയില്ലായിരുന്നു, ഇപ്പോഴാണ് മഴ തുടങ്ങിയത്. അപ്പോൾ ചിലപ്പോൾ ഈ മഴയുടെ ഒരു സൗണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ഇരപ്പ് പോലെ കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാണല്ലോ എൻ്റെ മനസ്സിൽ തോന്നിയ റാൻഡമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര അങ്ങനെ പെർഫെക്റ്റായിട്ട് വോയിസ് ഓവർ ചെയ്യാനും അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് അങ്ങനെ പറയാനൊന്നും അത്ര എനിക്ക് പ്രാക്ടീസും ഇല്ല, എനിക്കത്ര അറിയേയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റാൻഡമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ സംസാരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഗ്യാപ്പ് വന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു. പിന്നെ എങ്ങടെയൊക്കെയോ പോയി. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളൊക്കെ മനുഷ്യരാണ്. ഓരോ സമയത്തും ഏത് ഇമോഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നമുക്കിങ്ങനെ അളന്ന് തൂക്കൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. പ്രശ്നങ്ങളുണ്ടാവും, അതിനെ ഓവർകം ചെയ്യും, അപ്പോൾ അടുത്ത പ്രശ്നം വരും, വീണ്ടും ഓവർകം ചെയ്യും. ഇതൊക്കെ തന്നെയാണല്ലോ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പുതിയ ദിവസവും ഓരോ പുതിയ അവസരങ്ങളാണ്. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെ മറ്റൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഇത് എത്രത്തോളം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാര്യങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വിഷ്ണു രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അധികം ജോലികളൊന്നും ചെയ്യാനുണ്ടാവില്ല. വീട്ടിൽ മുറ്റടിക്കുക, പിന്നെ തുണി അലക്കുക, അങ്ങനെയുള്ള കുറച്ച് പണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം വെക്കേഷൻ്റെ ആണ് ഈ കാണുന്ന പേപ്പറുകൾ മൊത്തം. ഇവിടെ പിള്ളേരെല്ലാവരും അപ്പുറത്തുള്ള പിള്ളേരെല്ലാവരും കളിച്ച് അവരിങ്ങനെ നിരത്തി ഇടുന്നതാണ്. ഇത് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി മുടിയൊക്കെ ചീക്കി ഒന്ന് ഒതുക്കി കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബ്രഷ് ചെയ്യുക, ഫേസ് വാഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ പോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു മോർണിംഗിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.